നമസ്കാരം ട്ടാ. നമ്മുടെ ബി.ജെ.പിയിൽ നിന്ന് പോയ സന്ദീപ് വാര്യറില്ലേ, കോൺഗ്രസിലേക്ക് പോയ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയൊരു അമളി പറ്റിയെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയത് എന്തോ വലിയോ സംഭവമായിട്ടാണ് അദ്ദേഹം അത് കണ്ടത് കേട്ടോ. അപ്പോൾ നിസ്സാരമായ ഒരു സീറ്റിന് വേണ്ടി, അല്ലെങ്കിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്രയോ വർഷങ്ങൾ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ബി.ജെ.പിയിൽ നിന്ന് പുറത്തേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. അതിനൊരു കാരണം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിൽ സീറ്റ് കിട്ടിയില്ല, ഒരു കസേര കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെയും ഈ കസേരയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നമുള്ളത് അല്ലേ. ഏറ്റവും വലിയ പ്രശ്നം കസേരയാണ്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ചിന്തിക്കേണ്ട ഒന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ ഇത്രയും വലിയൊരു മഹാപ്രസ്ഥാനത്തിൽ നിന്ന് പോയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇന്ന് നിലവിലുള്ളവരത്തേക്ക് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ബി.ജെ.പിയിൽ നിന്ന് പോയത് അദ്ദേഹം കാണിച്ച ആന മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് സാമാന്യ ബോധമില്ല. നമ്മളൊരു പ്രസ്ഥാനത്തിലിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കർമ്മം എന്താണോ ആ കർമ്മം വളരെ മനോഹരമായി ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പാർട്ടിയായാലോ പ്രസ്ഥാനങ്ങളായാലോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലി വളരെ കൃത്യതയോടുകൂടി കർമ്മനിരതയോടുകൂടി നിർവഹിച്ചാൽ ആ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ അതിനൊരല്പം ക്ഷമയും ഹാർഡ് വർക്കുമൊക്കെ ചെയ്യേണ്ടതായി വരും. ആ സംഭവം, ആ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെ പോയതാണ് സന്ദീപ് വാര്യർക്ക് ഏറ്റവും പറ്റിയ വളരെ വലിയൊരു അബദ്ധം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് അതിന് വലിയ മെച്ചമൊന്നും ഉണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയൊക്കെ കിടന്ന് അലമുറയിട്ട് നിലവിളിക്കുന്നത്. എന്താണ്, നേരത്തെ നെഹ്റുവിനെ ഉൾപ്പെടെ തരം താഴ്ത്തിയും നമ്മുടെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുമൊക്കെ എന്തെല്ലാമൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞും ഒരു TV ചാനലിൽ വന്ന് ഇരുന്നിട്ട് കോൺഗ്രസിൻ്റെ ഒരു MLA ജ്യോതികുമാർ ചാമക്കാലയും ഇദ്ദേഹവും കൂടെ തമ്മിലുള്ള ഫൈറ്റുമൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ഫൈറ്റായിരുന്നു. ആ ഫൈറ്റുമൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണേ. അപ്പോൾ എന്നിട്ടും ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശ്രീലേഖ മാഡം ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ചു. എല്ലാവരും വിചാരിച്ചത് അവരെ മേയറാക്കുമെന്നാണ്. എന്നാൽ പാർട്ടിയുടെ തീരുമാനം അതല്ലായിരുന്നു. അവസാനം എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, അതവരും അംഗീകരിച്ചു. അതിനെ ഈ മാധ്യമങ്ങളൊക്കെ എന്തെല്ലാം വളച്ച് കെട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഇതിനകം രാജിവെച്ച് പുറത്തു പോകേണ്ടതല്ലേ. അപ്പോൾ സ്ഥാനമാനങ്ങളല്ല വലുത്. സ്ഥാനമാനങ്ങൾ നമുക്ക് അത് തനിയെ വരുന്നതാണ്, അത് വന്നു ചേരുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് ഈ സന്ദീപ് വാര്യർ ഒരിക്കലും ചിന്തിച്ചു കാണില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്, ഈ പാർട്ടി വിട്ട് പോകേണ്ടി വന്നത്. മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ ശ്രീലേഖ മാഡത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരവസരം കൊടുക്കും. മറ്റൊരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. അതായത് A.A. റഹീം, CPM-ലെ A.A. റഹീം എന്ന് പറഞ്ഞാൽ MP ആയി ഇപ്പോൾ MP ആണ്, രാജ്യസഭാ MP ആണ്. അപ്പോൾ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിട്ടല്ല MP ആയത്. അദ്ദേഹം പാർട്ടി ടിക്കറ്റിൽ കയറി MP ആയ ആളാണ്. മനസ്സിലായില്ലേ. അപ്പോൾ അദ്ദേഹം കാലാകാലങ്ങളായി DYFIയിലും SFIയിലുമൊക്കെ വർക്ക് ചെയ്ത് കർമ്മനിരതമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് A.A. റഹീം. സോഷ്യൽ മീഡിയയിൽ അതേ പല വിളിപ്പേരിട്ട് കളിയാക്കും, ലുട്ടാപ്പിയെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ആളെന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും അയാളെ ചെയ്ത ജോലി ഏൽപ്പിച്ച് മനോഹരമായി ചെയ്തത് കൊണ്ടാണ് അയാൾ ഇന്ന് നിൽക്കുന്ന ഈ പൊസിഷനിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ ഒരു ഉദാഹരണം മാത്രം മതി സന്ദീപ് വാര്യർക്ക് ഇത് ബോധ്യം വരാൻ അല്ലേ. എന്തായാലും അദ്ദേഹം കാണിച്ചത് വളരെ ഒരു മണ്ടത്തരം പിടിച്ച ഒരു തീരുമാനമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ.